ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 80% രാജ്യം ഇറക്കുമതി ചെയ്യുന്നു. പരമ്പരാഗതമായി സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാർ. എന്നാൽ 2022 യുക്രൈൻ അധിനിവേശത്തോടെ റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറുന്നതാണ് കണ്ടത്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ റഷ്യ, ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴിവിൽ എണ്ണ വിൽക്കുകയായിരുന്നു. ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറി. ഒരു സമയത്ത് 40%-ലേറെയായിരുന്നു ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം. അടുത്ത കാലത്തായി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ മാർച്ച് മുതൽ റഷ്യൻ ക്രൂഡിന്റെ വരവ് ഏകദേശം നിലയ്ക്കുന്ന മട്ടാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ലെന്നതാണ് ശ്രദ്ധേയം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി രംഗത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തിയ വൈവിധ്യവൽക്കരണമാണ് ഇതിന്റെ പ്രധാന കാരണം. നേരത്തെ 30-ൽ താഴെ രാഷ്ട്രങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 39-ലേക്ക് ഉയർന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മേഖലയായി ഇന്ന് ലാറ്റിൻ അമേരിക്ക മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അർജന്റീനയിൽ നിന്നും ആദ്യമായി ക്രൂഡ് ഓയിൽ വാങ്ങി. 1 മില്യൺ അർജന്റീനിയൻ ക്രൂഡ് ഓയിലാണ് യൂറോപ്യൻ വ്യാപാരിയായ മെർക്കുറിയിൽ നിന്ന് BPCL വാങ്ങിയത്. മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുമായി ഇന്ത്യക്ക് ദീർഘകാല ക്രൂഡ് ഓയിൽ ഇടപാട് ചരിത്രമുണ്ട്. അമേരിക്കൻ ഉപരോധ സമയങ്ങളിൽ രാജ്യവുമായുള്ള ഇടപാട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഡിസംബറിൽ ചില ഇളവുകൾ ലഭിച്ചതിനെ തുടർന്ന് വെനിസ്വേലയുടെ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ PDVSAയും റിലയൻസ് ഇൻഡസ്ട്രീസും തമ്മിൽ പുതിയ കരാർ സ്ഥാപിക്കുകയും ക്രൂഡ് ഓയിൽ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു. അടുത്ത കാലത്തായി വൻ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയ ഗയാനയുമായി ഇന്ത്യ ഇടപാടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപെക് ഇതര എണ്ണ ഉൽപാദനത്തിന്റെ ഏറ്റവും നിർണായകമായ വളർച്ചാ മേഖലയായിട്ടാണ് ഗയാനയെ ഇന്ത്യ കാണുന്നത്. 2026ഓടെ ഗയാന എണ്ണ ഉൽപാദനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയെ മറികടക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ആഗോള എണ്ണ വിതരണ മേഖലയിലെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി രാജ്യത്തെ മാറ്റും. അടുത്തിടെ നരേന്ദ്രമോദി ഗയാന സന്ദർശനം നടത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ ഇടപാടും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അടുത്തിടെ ശക്തമാക്കിയിട്ടുണ്ട്. ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. എണ്ണ ഇറക്കുമതി ഇത്തരത്തിൽ വൈവിധ്യവൽക്കരിച്ചതോടെ പ്രധാന ഇറക്കുമതിക്കാരായ റഷ്യ, ഇറാഖ്, സൗദി എന്നിവരുമായുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും. ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വരും നാളുകളിൽ സൗദി, ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻ എണ്ണ ഇടപാട് രാജ്യത്തിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.